29ാമത് IFFK വേദിയിൽ നിന്നും നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ചേരുന്നുണ്ട്. 21 വർഷം IFFKയിൽ തുടർച്ചയായി പങ്കെടുത്ത് നിൽക്കുന്ന ജോസഫ് ചേട്ടൻ ഒരു ആക്ടറാണ്, അതുപോലെ മൂവി വർക്കറും കൂടെയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഈ IFFK? ഞാനിപ്പോൾ ആ പടെ കണ്ടത്, ഇത്രയും ദിവസമായിട്ട് കണ്ടത് 3 സിനിമയാണ്. സിനിമ അത്രയും 3 ആയത് എനിക്ക് എൻട്രി കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ അതുമല്ല, വേറെ 2 സിനിമകളുടെ മാർക്കറ്റിങ്ങിൽ പ്രദർശനവുമായിട്ട് അതുമായിട്ട് പോകേണ്ടതുകൊണ്ടും പല സിനിമകളും എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഭയങ്കര തിരക്കാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നും അറിയത്തില്ല. പിന്നെ 60 വയസ്സായതുകൊണ്ട് എനിക്കിപ്പം ഇന്നലെയാണ് ഞാൻ ഓർത്തത്, 60 വയസ്സായല്ലോ, ക്യൂ വേണ്ട എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പോൾ ഇനി ഏത് സിനിമയ്ക്കും കയറി അങ്ങൊക്കെ പോവാം. അതെ അതെ. ചേട്ടൻ 21 വർഷത്തെ IFFKൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഒരു ചേട്ടൻ്റെ ആദ്യത്തെ IFFKയും ഈ ഒരു IFFKയും തമ്മിലുള്ള ഒരു മാറ്റം, അതിനെ കുറിച്ചൊന്ന് പറയാൻ കഴിയും? ഈ മാറ്റം, ഊർജത്തിന് മാറ്റമില്ലല്ലോ. ഇവിടുന്ന് കിട്ടുന്ന ഊർജത്തിന് നാശവുമില്ല, നമ്മളെ മുറിക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ നമുക്ക് അവർണ്ണനീയമായ ഒരു ഊർജമാണ് ഇവിടുന്ന് കിട്ടുന്നത്. എന്തെല്ലാം ബന്ധങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്, എന്തെല്ലാം കഥകളാണ് രൂപപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ, ഇപ്പോൾ സിനിമ കണ്ടില്ലേലും പ്രശ്നമില്ല, ഈ ആംബിയൻസ് ഉണ്ടല്ലോ, അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റില്ല. അതെ, വൈബ്. പണ്ടും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നല്ലോ, അപ്പം അന്നും ലോക സിനിമകളുണ്ട്, ഇന്നും ലോക സിനിമകളുണ്ട്. അപ്പം ലോക സിനിമകളിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്തൊക്കെയാ? സിനിമകളിൽ വലിയ മാറ്റങ്ങൾ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചത്, ഈ എന്താ പറയുക, പോണോഗ്രഫിക് കുറേ സിനിമകൾ ഒരു കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ ആള് കൂടി ചില്ല് വരെ തല്ലിപ്പൊട്ടിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അർദ്ധരാത്രി വരെ അത്ര തിരക്കായിട്ട് ചില്ലൊക്കെ പൊട്ടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു 2-3 വർഷം അത് മാറി ഇപ്പോൾ ഇച്ചിരി കംഫർട്ടബിളായിട്ട് നമുക്ക് കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇല്ല. നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി പോലും വളരെ കുറഞ്ഞു. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അവരോട് പോയി സംസാരിക്കാം. ഇപ്പോൾ ആരെയും കാണുന്നില്ല. കുറച്ച് ഓർഗനൈസേഴ്സ് അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. അത് വലിയൊരു നഷ്ടമാണ്. ഇപ്പം ഇനി ഏതെങ്കിലും സിനിമ കാണണമെന്ന് ചേട്ടൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇത്തവണത്തെ മലയാളം സിനിമകൾക്ക് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് തോന്നുന്നത്? അയ്യോ, നമ്മുടെ സുഹൃത്തുക്കൾ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്. 3-4 സിനിമകളുണ്ട് ഇതിൽ. അതിൽ എൻ്റെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ സിനിമകളുണ്ട് ഇപ്പുറം. അത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ ജയൻ സാറിൻ്റെ സിനിമ കാണാൻ പോവാണ്, സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമ, അതിഗംഭീരമെന്ന് പറഞ്ഞു. അത് അർദ്ധരാത്രിയാണേലും ഒരാൾ എന്നെ ഓഫർ ചെയ്ത്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, എന്നാലും കാണാതിരിക്കരുതേ എന്ന് പറഞ്ഞ അനുഭവം വരെ ഉണ്ടായി. അപ്പോൾ അതുണ്ട്. പിന്നെ അപ്പുറം കാണണമെന്നുണ്ട്. പിന്നെ ഒരുപാട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല.